ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിലെ സംഭവ വികാസങ്ങളുടെ പേരിൽ മന്ത്രിസഭയിലും ഭിന്നത രൂപപ്പെടുകയാണ്. മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഓഡീഷൻ എന്ന് പറഞ്ഞ് വിളിച്ചെന്നും പക്ഷേ അത് ഓഡീഷൻ ആയിരുന്നില്ല എന്നുമാണ് ബംഗാളി നടിയായ ശ്രീലേഖ മിത്രയുടെ ആരോപണം. ശേഷം ഇതിനെതിരെ പ്രമുഖരായ താരങ്ങളും രംഗത്ത് വന്നു. ഇത്രയും വലിയ ആരോപണം നേരിട്ട രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ CPM അനുഭാവികളായ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ അടക്കം രംഗത്ത് വരികയാണ്. ആഷിഖ് അബു, ഡോക്ടർ ബിജു, അനൂപ് ചന്ദ്രൻ തുടങ്ങിയവർ രഞ്ജിത്തിനെതിരായ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. രഞ്ജിത്തിനെ സ്ഥാനത്ത് നിന്നും നീക്കി അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് CPI നേതാവ് ആനി രാജയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടിയുടേത് ആരോപണമല്ല, വെളിപ്പെടുത്തലാണെന്നും രഞ്ജിത്തിനെ പദവിയിൽ നിന്നും മാറ്റി നിർത്താൻ സർക്കാർ തയ്യാറാവണമെന്നുമാണ് ആരോപണം. രഞ്ജിത്തിനെതിരായ രാജിയിൽ മുറവിളി ഉയരുമ്പോഴാണ് സജി ചെറിയാൻ വിപരീത നിലപാടെടുക്കുന്നത്. രഞ്ജിത്ത് ലോകമറിയുന്ന പ്രഗത്ഭനായ കലാകാരനാണെന്നും പരാതി രേഖാമൂലം ലഭിച്ചാൽ മാത്രം നടപടിയെടുക്കാമെന്നതാണ് സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം. ഇതുവരെയും രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നവർ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തന്നെ ആദ്യം രാജിവെക്കണമെന്നാണ് ആരോപിക്കുന്നത്. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സാംസ്കാരിക മന്ത്രി രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നത് തികച്ചും അപലനീയവും പ്രതിഷേധ അർഹവും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിന് അപമാനവും ആണെന്ന് സാന്ദ്ര തോമസ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. സാംസ്കാരിക മന്ത്രിയുടെ സ്ത്രീ വിരുദ്ധതയാണ് അദ്ദേഹത്തിന്റെ സമീപനത്തിലൂടെ പുറത്തു വരുന്നത്. ലൈംഗികമായി ഒരു നടിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച രഞ്ജിത്തിനെ മഹാപ്രതിഭ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കുക എന്നാണ് അവർ പ്രതികരിച്ചത്. രഞ്ജിത്തിനെ പൂർണ്ണമായും സംരക്ഷിച്ചുള്ള മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനകൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ചേരാത്തതാണ്, അന്വേഷണത്തിന് പോലും തയ്യാറാകാത്ത വേട്ടക്കാരോടൊപ്പം നിൽക്കുകയാണ് മന്ത്രി സജി ചെറിയാനെന്നും LDF അനുഭാവിയായ ആഷിഖ് അബു പ്രതികരിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് VD സതീശനും ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിന്നു, അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നും സതീശൻ വിമർശിച്ചു. പിന്നെ മന്ത്രി സജി ചെറിയാൻ കുറെ ദിവസങ്ങളായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിന്ന ഒരാൾ, ഈ റിപ്പോർട്ട് കൃത്രിമം കാണിച്ച് പുറത്തുവരുത്താൻ കൂട്ടുനിന്ന ഒരാൾ ഇപ്പോഴും വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാൾ നിയമപരമായ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് കേസെടുക്കില്ല, പരാതി തന്നാൽ മാത്രമേ കേസെടുക്കുള്ളൂ എന്ന് പറയുന്ന സജി ചെറിയാൻ ഈ സ്ഥാനം ഒഴിയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, നിയമപരമായ ബാധ്യതയിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി. ഈ 3 കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. പക്ഷേ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മൗനമാണ്. രഞ്ജിത്തിന്റെ രാജിയും സജി ചെറിയാന്റെ രാജിയും ഒരേപോലെ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രി ആരെയാകും സംരക്ഷിക്കാൻ തയ്യാറാകുക? സജി ചെറിയാനെ മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ തയ്യാറാകുമോ, അതോ സംവിധായകൻ രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വരുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ മുൻ സിനിമാ നടനും ഭരണപക്ഷ MLA KB ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നത്. സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരായ പരാമർശം സംബന്ധിച്ച് കേസെടുക്കണമെന്ന പരാതിയിൽ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി നൽകിയ പരാതിയിലാണ് നടപടി. 136-ാം പേജിൽ മന്ത്രിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമായിരുന്നു ആവശ്യം. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കൂടുതൽ തെളിവുകൾ വ്യക്തമാകുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടായേക്കുമെന്നാണ് സൂചനകൾ. ആത്മസംഘടനയ്ക്ക് ഒരു പ്രസിഡന്റേ ഉള്ളൂ, അത് KB ഗണേഷ് കുമാറാണ്. സത്യത്തിനെ മറച്ചുവെക്കാനും നിലപാടിൽ ഉറച്ചു നിൽക്കാനും ഏതടവും തന്ത്രങ്ങളും പയറ്റുന്ന അല്ലെങ്കിൽ പയറ്റാൻ അറിയാവുന്ന ഒരാളാണ് KB ഗണേഷ് കുമാർ എന്നും അദ്ദേഹം ഒരു കുഴപ്പക്കാരൻ തന്നെയാണെന്നും സംവിധായകൻ വിനയൻ തുറന്നടിക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ KB ഗണേഷ് കുമാറിന് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം വാദിക്കുന്നത്. എന്നാൽ ഗണേഷ് കുമാർ പ്രതികരിച്ചത് വിനയന് ഇഷ്ടമില്ലാത്തവരെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യും, മാധ്യമ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുമെന്നാണ്. നേരത്തെ 15 പേരടങ്ങുന്ന പവർ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമ എന്ന പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തിലകനെ വിലക്കിയതിൽ ഉൾപ്പെടെ ഈ പവർ ഗ്രൂപ്പിന് പങ്കുണ്ടെന്ന ആരോപണവുമായി സംവിധായകൻ വിനയൻ രംഗത്ത് വന്നിരുന്നു.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 66 പേജ് മുക്കി സർക്കാർ കടുംവെട്ട് നടത്തിയതും പുറത്തായിരുന്നു. ഇതിലെ 66 പേജ് മുക്കിയതും അതിൽ പരാമർശിക്കുന്ന ഉന്നതന്മാരുടെ മുഖം വികൃതമാകാതെ കാക്കുകയും ചെയ്ത ആളാണ് KB ഗണേഷ് കുമാർ എന്നും 66 പേജ് മുക്കിയിട്ടും പേരുള്ള KB ഗണേഷ് കുമാർ ഇപ്പോഴും മന്ത്രിസഭയിൽ ഉണ്ടെന്നാണ് കോൺഗ്രസ് ആക്ഷേപം പറയുന്നത്. ഇത്തരത്തിൽ മന്ത്രിസഭയ്ക്ക് പ്രതിരോധിച്ച് നിർത്തുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് മന്ത്രിസഭയിലെ MLA-മാർക്ക് നേരെ ഉയരുന്നത്. ഇത് വരും നാളുകളിൽ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കുകയുള്ളൂ. രഞ്ജിത്തിനൊപ്പം സജി ചെറിയാന്റെയും KB ഗണേഷ് കുമാറിന്റെയും രാജി ഒരേപോലെ ആവശ്യപ്പെടുകയാണ് പ്രതിഷേധക്കാർ. അന്വേഷണം സത്യസന്ധവും നീതിപൂർവമാണെന്നും ജനങ്ങൾക്ക് കൂടി വിശ്വാസം ഉണ്ടാകണമെങ്കിൽ രഞ്ജിത്തിനെ പദവിയിൽ നിന്നും മാറ്റി നിർത്തണം. സമയബന്ധിതമായി അന്വേഷണം നടക്കണമെന്നും സജി ചെറിയാന്റെ നിലപാടിനെ തള്ളി പാർട്ടിയിലെ മറ്റ് നേതാക്കൾ പ്രതികരിക്കുമ്പോൾ മന്ത്രിസഭയിൽ ഭിന്നത രൂക്ഷമാവുകയാണ്.